ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നലെയായിരുന്നു നമ്മുടെ തക്ലി മോളുടെ ബർത്ത്ഡേ. നമ്മൾ അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്താണ്? അതെ, നമ്മളുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് നെക്സ്റ്റ് ആയിട്ടുള്ളത്. കാരണം നമുക്കറിയത്തില്ല, നമുക്ക് രാവിലെ തൊട്ട് നമുക്ക് ആകാംക്ഷയാണ് ഇതിൽ എന്തൊക്കെ ഐറ്റംസ് ആണുള്ളത് എന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് എല്ലാവരും ഗിഫ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞങ്ങൾ ഒരു ഗിഫ്റ്റ് പോലും ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഗിഫ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട്. ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. ഓക്കെ, നമുക്ക് ഇതെല്ലാം ഗിഫ്റ്റൊക്കെ നോക്കി നമുക്ക് ഓരോ പാക്കറ്റായിട്ട് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമായിട്ട് ഒരു 4 കവർ ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. 4 ഗോൾഡ്. അപ്പം നമുക്കത് ആദ്യം ഒന്ന് നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ ഇത് ആടെയാണെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് ജസ്റ്റ് നോക്കാം. ഇത് ഫസ്റ്റ് ഒരു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കവർ കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ സ്റ്റഡാണേ, കണ്ടോ? ഒരു ചെറിയ സ്റ്റഡ്, നല്ല ഭംഗിയുള്ള സ്റ്റഡാണ്. ഈസി ആയിട്ട് നമുക്ക് കയറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡാണ്. സെക്കൻഡ് വീണ്ടും നമുക്കൊരു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. എല്ലാവർക്കും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് തോന്നുന്നു ഇഷ്ടം. എല്ലാവരും അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇതാ സെക്കൻഡ് ഒരു കമ്മൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. തക്ലിമോള് വന്നിട്ടുണ്ട് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ഗിഫ്റ്റ് ഞാനില്ലാതെ വേറെ ആരും തുറക്കാൻ പാടില്ലെന്നാണ് അവള് പറയുന്നത്. അപ്പം നമുക്ക് ഫോർത്ത് വേണം. നമുക്ക് വീണ്ടും ഒരു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നമുക്കിതിലൊരു ഗോൾഡ് കോയിൻ കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു ഗോൾഡ് കോയിൻ കാണാൻ പറ്റുന്നുണ്ടോ? ഒരു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ്. ഒരു റിംഗ് ആണ് കേട്ടോ, നമുക്ക് കയ്യിലിടാൻ പറ്റും. അപ്പൊ നമുക്ക് 2 സ്റ്റഡും ഒരു ഗോൾഡ് കോയിനും നമുക്കൊരു കയ്യിലിടുന്ന ഒരു റിംഗും ആണ് നമുക്ക് ഗോൾഡ് സെക്ഷനിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗിഫ്റ്റ് ഐറ്റംസ് നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മൾക്ക് ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് ഇതാണ്. ബേബി ഷോപ്പിന്റെ ഒരു ഗിഫ്റ്റാണ്. പാക്കറ്റ് പൊട്ടിച്ച് നോക്കാം. നമുക്ക് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റ്, ഇതിൻ്റെ അകത്ത് എന്താണ് ഉള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടേ ഒരു പ്രത്യേക രസമല്ലേ. നമുക്കൊക്കെ ചെറിയ നാളിൽ കിട്ടിയിട്ടുള്ള ഐറ്റംസാണ്. ഇതിന് വലുതാകുമ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് ആരും ഗിഫ്റ്റൊന്നും തരാറില്ല. അതിനുശേഷം ബർത്ത്ഡേക്കാണ് ഇങ്ങനെ ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ. സ്റ്റാൻഡ് ആൻഡ് പുഷ് വോക്കറാണ്. ഇതൊരു അടിപൊളി സംഭവം കേട്ടോ. കാരണം നമുക്ക് നടക്കാൻ തുടങ്ങുന്ന കുട്ടികൾക്ക് പറ്റുന്ന അടിപൊളി ഒരു ഐറ്റമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഗിഫ്റ്റ്. കാരണം ഈ നമ്മുടെ മറ്റേ വോക്കറിനേക്കാൾ ഇത് നമുക്ക് പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. ഇതിൽ മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു വോക്കറാണ്. ഓപ്പൺ ചെയ്യണോ? ഓപ്പൺ ചെയ്തോ. ഇതൊരു വോക്കറാണ്, ബേബി വോക്കർ. അപ്പം നമുക്ക് കുറച്ച് സ്പീഡാക്കാം. നെക്സ്റ്റ് കിട്ടിയിരിക്കുന്നത് ഒരു ലുലുവിൻ്റെ ഒരു ഗിഫ്റ്റാണ്. കിട്ടിയിരിക്കുന്നത് ഇതാണ്. ഗിഫ്റ്റിൽ ആരുടെ നെയിംസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പറയുന്നില്ല. ഇതൊരു ക്യൂട്ട് ഡ്രസ്സാണ്. അടിപൊളി ഒരു ഡ്രസ്സാട്ടോ. ബാക്കിൽ ഫുള്ള് നെറ്റൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഡ്രസ്സാണ്. അടിപൊളി, നൈസ്. ഓക്കെ,
നോക്കാം. ഇതേ നമുക്കൊരു കല്യാൺ സിൽക്സിന്റെ കവറുള്ള ഒരു ഗിഫ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കത് നോക്കാം. കല്യാൺ സിൽക്സിന്റെ കവറിലുള്ള 2 ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഒരു പിങ്കും ഒരു ബേബി പിങ്കും ഒരു ക്യൂട്ട് ഗ്രീൻ കളർ കാണുന്നുണ്ടോ? അപ്പം നല്ല അടിപൊളി 2 ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. വാവ്, സൂപ്പർ. നല്ല ഫുൾ ഹാൻഡ് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ പോലെയുള്ള അടിപൊളി 2 ഡ്രസ്സാണ്. ഒരു പിങ്കും നല്ല ഡ്രസ്സ്, നല്ല ഭംഗി. അയ്യോ, നല്ല ക്യൂട്ട് അടിപൊളി ഡ്രസ്സ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഡ്രസ്സ്. എനിക്ക് നമുക്ക് മാറി. അപ്പം അടുത്ത ഗിഫ്റ്റ് നമ്മള് ഒരു ലുലുവിന്റെ കവർ ഇട്ടിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. നമുക്ക് നോക്കാം ഇതിന്റെ അകത്ത് എന്താണെന്ന്. അപ്പൊ വളരെയധികം താങ്ക്സ് ഉണ്ട് കേട്ടോ എനിക്ക്. ഇപ്പൊ നമുക്ക് 3 ഡ്രസ്സും ഒരു വോക്കറുമാണ് കിട്ടിയിരിക്കുന്നത്. അടുത്തത് എഗെയിൻ വീണ്ടും നമുക്കൊരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. ഇതും അടിപൊളി നല്ലൊരു ഡ്രസ്സാട്ടോ. തക്ലിക്ക് ഇനി കുറെ നാളത്തേക്ക് ഇനി ഡ്രസ്സൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. കുറെ ഡ്രസ്സായി. ഇപ്പൊ നമുക്ക് 4ാമത്തെ ഡ്രസ്സ്. ഇപ്പം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വളരെയധികം നന്ദിയുണ്ട്. അടുത്ത 4th ഫാസ്റ്റ് ആയിട്ട് വിടാം. അടുത്തത് വീണ്ടും ഒരു ലുലുവിന്റെ കവർ കിട്ടിയിട്ടുണ്ട്. ലുലുവിന്റെ കവറില് സത്യം ഈ പാക്കിങ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് ഓപ്പൺ ചെയ്യുന്ന രീതിയാണോ ശരിയെന്നാണ് എനിക്കറിയാൻ വയ്യ. നമുക്ക് കുറച്ച് ഇത്രയും ഗിഫ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഭംഗിയിൽ നമുക്ക് പൊട്ടിക്കാൻ എന്തായാലും പറ്റത്തില്ല. നമുക്ക് എങ്ങനെയും നമുക്ക് ഓപ്പൺ ചെയ്ത് വിടാം. ഇത്രയും ഗിഫ്റ്റ് നമ്മൾ ഇത് ഇങ്ങനെ നല്ല രീതിയിലൊക്കെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞാൻ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഭംഗിയൊന്നും ദയവ് നോക്കരുത്. വളരെ ആയിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഡോള്, തക്ലിക്ക് കളിക്കാൻ പറ്റുന്ന നല്ലൊരു ഡോള്. ലവ്ലി ബേബി ബ്രിങ് യു ആൻഡ് ഒപ്റ്റിമിസ്റ്റിക് ലൈഫ്. അടിപൊളി ഒരു ഡോള് കിട്ടിയിട്ടുണ്ട്. തക്ലീനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ഡോളനെയാണ് കിട്ടിയിരിക്കുന്നത്. അടിപൊളി. ആ ഒരു കവറിൽ ഇനി ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ആ കവറിലുള്ള സെക്കൻഡ് ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. പാക്കിങ് ഒക്കെ എല്ലാ ഗിഫ്റ്റിന്റെ പാക്കിങ് രക്ഷയില്ലാത്ത പാക്കിങ് ആട്ടോ. നല്ല ഭംഗി എല്ലാത്തിൻ്റെയും പാക്കിങ്. ഓപ്പൺ ചെയ്യാം. വാവ്, അടിപൊളി ഒരു ഡ്രസ്സ് കേട്ടോ. വീണ്ടും തക്കളി ഈ ഡ്രസ്സൊക്കെ എങ്ങോട്ട് ഇട്ടോണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടം പോലെ ഡ്രസ്സാട്ടോ. അതും അയ്യോ അടിപൊളി. പ്രത്യേകിച്ച് ഗേൾസിന്റെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോയാൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആയിപ്പോകും. കാരണം ഗേൾസിന് ഒരുപാട് അടിപൊളി ക്യൂട്ട് ഡ്രസ്സസ് ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നെ കാണാം നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു ഡ്രസ്സ് കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് നെക്സ്റ്റോടെ ഒരു പാക്കറ്റാണ് വന്നിരിക്കുന്നത്.
നമുക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ പണ്ടൊക്കെ നമ്മുടെയൊക്കെ ബർത്ത്ഡേ ഒക്കെ ചെറിയ കുഞ്ഞുനാളിലായിരുന്നു. അപ്പോൾ നമുക്കൊന്നും ഇങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തു തരാനൊന്നും ആരും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ തക്ലിയുടെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭാവിയിൽ ഇത് കാണാം. അപ്പം അവർക്കൊരു സന്തോഷമായിരിക്കും, ഓ എൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടിയോ. എന്നിട്ട് അടുത്തത് വീണ്ടും നെസ്റ്റോടെ കവറിലുള്ള അടിപൊളി ഒരു ഡ്രസ്സാണ്. ഒരു യെല്ലോ കളർ പാൻറ്റും വേറൊരു ക്യൂട്ട് ഡ്രസ്സ്, വീണ്ടും അതിൻ്റെ തന്നെ ഒരു ടോപ്പ്, അടിപൊളി. പിന്നെ ഒരു ബ്ലൂവിൻ്റെ അടിയിലിടാൻ പറ്റുന്ന നല്ലൊരു ഡ്രസ്സ്, നല്ല ഭംഗിയുള്ള 2 ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അപ്പം അടിപൊളി സൂപ്പർ നല്ല നല്ല ഡ്രസ്സ്. അപ്പം നമുക്ക് അതങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ലുലുവിൻ്റെ കവർ വന്നിരിക്കുകയാണ്. നല്ല അടിപൊളി പാക്കിംഗ് ആയിട്ടൊക്കെ ഒരു ലുലുവിൻ്റെ ബോക്സ് വന്നിട്ടുണ്ട്. നോക്കാം. ഇതൊരു ടോയ് ആണ് കേട്ടോ, ഒരു ടോയ് ആണ്. ടോയ് ആണ് കേട്ടോ. ഒരു ബേബി, ഒരു ഫീഡിങ് ബോട്ടില്, ഒരു നാപ്കിനൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ടോയ് ആണ്. തക്ലിക്ക് കളിക്കാൻ പറ്റുന്ന നല്ലൊരു ടോയ് ആണ്. അപ്പം അടിപൊളി നല്ല രസമുണ്ട് കേട്ടോ. കാരണം ടോയ്സും വേണമല്ലോ, ഡ്രസ്സ് മാത്രമല്ല നമുക്ക് ടോയ്സും വേണം അവൾക്ക് കളിക്കാനായിട്ട്. അപ്പം അടിപൊളി ഒരു ടോയ് ആണ്. ഫീഡിങ് ബോട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അടിപൊളി, താങ്ക് യു. അപ്പം അടുത്തൊരു ഗിഫ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതെന്തായിരിക്കും. ആക്ച്വലി ചുമ്മാ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ഗസ് ചെയ്ത് നോക്കാം ഓരോ ഗിഫ്റ്റിൻ്റെ അകത്ത് എന്തായിരിക്കും എന്നുള്ളത്. ഞാൻ ഗസ് ചെയ്യുന്നു എന്തോ ടോയ് ആയിരിക്കും. അതെ, ടോയ് ബേബി പിയാനോ. ഈ ഗിഫ്റ്റിന്റെ ആളിനെ എനിക്കറിയാം കേട്ടോ. എനിക്കറിയാം ഇതൊരു പിയാനോ ആണ്. ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. അടിപൊളി, കാരണം അവൾക്ക് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്ത് കളിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ്. അപ്പൊ താങ്ക് യു. ആളുടെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്കറിയാം ആരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് സെന്റർ പോയിന്റിന്റെ ഒരു കവറാണ്. ഡ്രസ്സാണ് ഞാൻ പറയുന്നത്. ഇത് ഡ്രസ്സാണ്. പിടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ. ഒരു ഡ്രസ്സ്, നല്ലൊരു ടോപ്പ്, അതിൻ്റെ തന്നെ ഒരു പാൻറ്, അതിലൊരു ഡ്രസ്സും ഉണ്ട് കേട്ടോ. നല്ലൊരു ക്യൂട്ട് ഡ്രസ്സുകൾ ഇഷ്ടം പോലെ ആയി. ഇനിയും 5 വർഷത്തേക്ക് ഡ്രസ്സ് വാങ്ങണ്ട. 5 വർഷം. അടുത്തത് വന്നിരിക്കുന്നേ ഒരു വലിയ കവറാണ്. ഇൻഡ്യൂവിൻ്റെ കവറാണ്. വാവ്, നൈസ് ഒരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. ടോയ്സ് ആയിരിക്കും. ഞാൻ പറഞ്ഞത് എന്തോ ടോയ് ആണ്. ഇതിന്റെ ആളിനെ എനിക്കറിയാം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ടെന്റാണ്. ഇങ്ങനെ ടെന്റ് പോലെ വെച്ചിട്ട് അതിൻ്റെ ഫുള്ള് ബോളൊക്കെ ഇട്ടിട്ട് കളിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഗിഫ്റ്റാട്ടോ ടെന്റ്. നല്ല കുറേ നല്ല ബോൾസും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ടെന്റ് നമ്മളിങ്ങനെ ടെന്റ് പോലെ ആക്കിയിട്ട് അതിനകത്ത് ബോളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കളിപ്പിക്കാൻ പറ്റുന്ന നല്ല രസമാണ്. കാരണം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ കുട്ടികളും ഫ്ലാറ്റിനുള്ളിൽ ഇരുന്നാണ് കളിക്കുന്നത്. അവർക്ക് പുറത്ത് പോയി കളിക്കാനുള്ള സൗകര്യങ്ങൾ കുറവാണ്. അപ്പം ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആവും. അപ്പം
അപ്പം താങ്ക് യു സോ മച്ച്. ആ ഗിഫ്റ്റിന്റെ ആളിനെ എനിക്കറിയാം. അടുത്തത് വീണ്ടും ഒരു ലുലുവിന്റെ കവർ വന്നിരിക്കുന്നു. ഡ്രസ്സാണ്. നമുക്ക് ഓരോ പാക്കറ്റ് ഇങ്ങനെ തുറക്കുമ്പോഴേ എന്താണ് എങ്ങനത്തെ ഡ്രസ്സാണ് ഒരു പ്രത്യേക ഒരു ത്രില്ല. നല്ലൊരു ക്യൂട്ട് റെഡ് കളർ ഡ്രസ് ഉണ്ട്. നല്ല ഭംഗിയുള്ള നല്ലൊരു ഡ്രസ്സ്. താങ്ക് യു സോ മച്ച്. നല്ലൊരു ഡ്രസ്സാണേ. അപ്പോൾ വീണ്ടും ലുലുവിന്റെ ഒരു പാക്കറ്റ് വന്നു. ഡ്രസ്സാണ്. നല്ലൊരു സിൽവർ കളർ ഡ്രസ്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ തലയിൽ വെക്കുന്ന നല്ല ഭംഗിയുള്ള നല്ലൊരു സിൽവർ കളർ ഡ്രസ്സും അതിൻ്റെ തലയിൽ വെക്കുന്ന നല്ലൊരു ബോയും. അടിപൊളി ഡ്രസ്സ്. നല്ല ഭംഗിയുണ്ട്. തക്ലിയുടെ അവളുടെ ഡ്രസ് കളക്ഷൻ്റെ ഒക്കെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇതിൽ ഞാൻ ഏതിടണമെന്ന് ഡൗട്ട് അടിച്ചിട്ടിരിക്കുകയായിരിക്കും. നെക്സ്റ്റ് ഈ പാക്കറ്റ് ഒരു കാർഡ് ഉണ്ട് കേട്ടോ. കാർഡ് ആദ്യം ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു കുഞ്ഞി ബർത്ത്ഡേ കാർഡ്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ മോളു വിത്ത് യുവർ ലവ് ആൻഡ് പ്രേയേഴ്സ്. ഞാൻ ആ കാർഡ് എഴുതിയ ആളുടെ നെയിം കൂടി പറയാം കേട്ടോ. ബിനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ കാർഡാണിത്. തക്ലിമൊക്കെ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ബർത്ത്ഡേ കാർഡാണ്. ഹാപ്പി ബർത്ത്ഡേ മോളു വിത്ത് ലവ് യു ആൻഡ് പ്രേയേഴ്സ് ബിനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡാണ്. കാർഡ് നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അവളെ കാണിക്കാമല്ലോ. അവളെ പോലെ തന്നെ ഒരു കുഞ്ഞു കുട്ടി കാർഡ്. നമുക്ക് പാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് ഒരു ടോയ് ആണ്. ബേബി ഡോളിൻ്റെ ഒരു ടോയ് ആണ്. അപ്പോൾ നമുക്ക് ഒരേപോലെയുള്ള 2 ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെയിം ഫീഡിങ് ബോട്ടിലൊക്കെ ആയിട്ടുള്ള മറ്റേതുപോലെ തന്നെ സെയിം ഫീഡിങ് ബോട്ടിലൊക്കെ ആയിട്ടുള്ള വേറൊരു ഗിഫ്റ്റ് വിത്ത് കാർഡ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതിലെന്താ ടോയ്സ് ആയിരിക്കും കേട്ടോ. ടോയ്സ് ആവാൻ നമുക്ക് ഇരുന്ന് അൺബോക്സ് ചെയ്യാം. കയ്യിൽ ഇതൊക്കെ 2 ടോയ്സ് ഉണ്ട്. ഒരു ക്യൂട്ട് ഡോളുണ്ട്. നല്ലൊരു ക്യൂട്ട് ഡോള്. അതുപോലെ തന്നെ നമ്മള് ഈ കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് ഈ കുഞ്ഞു കാറൊക്കെ പോലെ അവർക്ക് ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന ചെറിയൊരു കാറ്, ഹാൻഡിലൊക്കെ ഉള്ള ചെറിയൊരു കാറ്. നല്ലൊരു ഗിഫ്റ്റാണ് കേട്ടോ. കാരണം ഞാനിങ്ങനെ ഒരു കാറ് അവൾക്ക് വാങ്ങണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു കാറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി നല്ല ഗിഫ്റ്റ്. ഞാൻ ബോക്സ് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. ബോക്സിന് മുകളിൽ ഓൾറെഡി പിക്ചർ ഉള്ളതുകൊണ്ട് ഞാൻ ബോക്സ് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. അടുത്ത ഒരു ബേബി ഷോപ്പിന്റെ ഗിഫ്റ്റാണ്. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം.
ഇതിൽ നമുക്ക് ഒരു പിയാനോ ആണ് വന്നിരിക്കുന്നത്, ബേബി പിയാനോ. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നമുക്ക് 2 പിയാനോ കിട്ടിയിട്ടുണ്ട്. ഇതാ ഓൾറെഡി അറ്റാച്ച്ഡ് ആണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഒരു ചെറിയ ഒരു കളർഫുൾ ആയിട്ടുള്ള പിയാനോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത നമുക്ക് ഇത് ഞാൻ പറയുന്നത് ഒരു ഡോളായിരിക്കും. തെറ്റിപ്പോവല്ലേ. പാക്കറ്റ് കണ്ടിട്ട് ഒരു ഡോളിന്റെ ടെൻഷനാണ്. ഡോളാവാനാ ചാൻസ്, അറിയത്തില്ല. ഡോളല്ല കേട്ടോ, ഇത് ഡോളാണ്. ഒരു ടെഡി ബിയർ ആട്ടോ, നല്ലൊരു ടെഡി അല്ല കേട്ടോ, ഇത് മറ്റേ റാബിറ്റ്. അടിപൊളി. തക്ലി ലാസ്റ്റ് ആൻഡ് ഫൈനലി ഗിഫ്റ്റിന്റെ എല്ലാം അടുത്ത് തക്ലി ഇരിക്കുന്ന കാണിച്ചു തരാം കേട്ടോ. മല പോലെ ഗിഫ്റ്റും അടിയിൽ ചെറിയൊരു തക്ലി ഇങ്ങനെ അന്തം വിട്ടിരിക്കുക. ഞാൻ ഇത് എവിടെ നിന്ന് തുടങ്ങും എന്ന് വിചാരിച്ച്. അപ്പൊ നെക്സ്റ്റ് നല്ല ഭംഗിയുണ്ട് അല്ലേ, അടിപൊളി രസമുണ്ട് കാണാൻ. ഒരു കുഞ്ഞു ഡോളാണേ. അപ്പൊ താങ്ക് യു. നല്ലൊരു ക്യൂട്ട് ഡോള്. തക്ലിക്ക് കുറെ ഡോളായി. അടുത്തത് മാക്സിന്ന് ഉള്ളൊരു കവറാണ്. ഇങ്ങനെയുള്ള ഡ്രസ്സ്, അടിപൊളി നല്ലൊരു ഡ്രസ്സ്. പിന്നെ നമ്മൾ ബർത്ത്ഡേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഡ്രസ്സുകൾ കിട്ടും, കുട്ടികൾക്ക് കുറേ ടോയ്സ് കിട്ടും. നമുക്ക് പിന്നെ കുറേ നാളത്തേക്ക് നമുക്ക് ഡ്രസ്സൊന്നും വാങ്ങേണ്ട ആവശ്യം വരത്തില്ല. അപ്പം അടുത്ത് നമുക്കൊരു നല്ലൊരു പിങ്ക് കവർ കിട്ടിയിട്ടുണ്ട്, നല്ലൊരു കളർ. നമുക്ക് നോക്കാം എന്താ. എന്നത് എന്തായിരിക്കും? ഞാൻ പറയുന്നത് ഒരു ടോയ് ആയിരിക്കും. ടോയ്സ് ആണ്. ഈ ടോയ്സിന്റെ പാക്കറ്റിൽ നമുക്ക് പിടിച്ചു പോകുമ്പോൾ അറിയാൻ പറ്റും. ലാസ്റ്റ് ആൻഡ് ഫൈനലി ഞങ്ങൾ തക്ലീനെ കാണിക്കാം. ഗിഫ്റ്റിന്റെ അടുത്ത് തക്ലി ഇരിക്കുന്നത് കാണിക്കാം. ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ട് ഒരു ഫാമിലി തന്നിട്ടുള്ളതാണ്. പേര് ഞാൻ വായിക്കുന്നില്ല. ഒരു ക്യൂട്ട് ഡ്രസ്സാണ്. ഒരു ജോബ് ഡ്രസ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ 2 ഡ്രസ്സ്, ക്യൂട്ട് അടിപൊളി ഡ്രസ്സ്. വീണ്ടും ഇത് തക്ലിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഗിഫ്റ്റാണ്. ചോക്കോലാലയുടെ അടിപൊളി ഒരു സ്വീറ്റ്സ് ബോക്സ് ആണ്. അയ്യോ, കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടാണ്, നല്ല രസം. നമുക്ക് ഓപ്പൺ ചെയ്യാൻ സത്യത്തിൽ എനിക്ക് തോന്നുന്നില്ല, കാരണം ഇതിന്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇത് കൂടെ കട്ട് ചെയ്യാനായിട്ട് മനസ്സിലൊരു വിഷമം. പിന്നെ കട്ട് ചെയ്തല്ലേ പറ്റൂ, കട്ട് ചെയ്യാം. എൻ്റെ അമ്മ ചോക്കോലാലയുടെ ഇപ്പൊ ചോക്കോലാലയുടെ ചോക്ലേറ്റ് ആണ്. ചോക്കോലാല നല്ലൊരു ബ്രാൻഡാണ്. അതിൻ്റെ അവിടുത്തെ ചോക്ലേറ്റ് ഒക്കെ ഭയങ്കര ടേസ്റ്റാ. കണ്ടോ,
തക്ലിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഇപ്പം ഞാനൊരു ഇതിൽ ചോക്ലേറ്റ് കഴിച്ചു നോക്കാം. പല പല ഫ്ലേവേഴ്സിലുള്ളതുണ്ട്. ഏത് കഴിക്കും? ഇത് കഴിച്ചു നോക്കാം. നല്ല കളറ് മെൽറ്റ് ആവുന്നുണ്ട്. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. അയ്യോ അടിപൊളി. ചോക്ലേറ്റ് പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം ഭയങ്കര ടേസ്റ്റാണ്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നല്ല ചോക്ലേറ്റ്. കുറച്ച് ആ ചോക്കോലാലയുടെ പാക്കറ്റിൽ തന്നെ നമുക്ക് ഒരു സെന്റർ പോയിന്റിന്റെ ഡ്രസ്സും കൂടെ വന്നിട്ടുണ്ട്. നല്ല ഒരു അടിപൊളി ഒരു ക്യൂട്ട് ഡ്രസ്സും പിന്നെ സെക്കൻഡ് ഒരു പാക്കറ്റിൽ വീണ്ടും അടിപൊളി ഒരു ഡ്രസ്സ്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഒറ്റയടിക്ക് അവളെ ഈ ഡ്രസ്സെല്ലാം ഒന്ന് ഇട്ട് കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. അത്രയ്ക്കും ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ ഒന്നിനൊന്നിന് മികച്ച ഡ്രസ്സുകൾ നമുക്ക് കിട്ടിയിരുന്നു. അടിപൊളി ഡ്രസ്സുകൾ, നല്ല ഭംഗി. എപ്പോൾ ഇടിച്ച് തീരുമെന്നുള്ള നമുക്കിപ്പെട്ട സംശയം. അടുത്ത നമുക്കൊരു വലിയ ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്നില്ല, നമുക്ക് കാണുമ്പോൾ തന്നെ പിക്ചർ കാണിച്ചു തരാം. ഒരു വലിയ കാറാണ്. തക്ലീഫിൽ നിന്ന് UAE ഷാർജ വഴി ഒമാൻ ഹത്ത വഴിയൊക്കെ പോകാൻ പറ്റുന്ന ചുമ്മാ കേട്ടോ. നല്ല അടിപൊളി ഒരു കാറ്, നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു കാർ. കാരണം ഞാൻ ഇങ്ങനത്തെ കുറച്ച് ടോയ്സ് കാരണം അപ്പം നല്ലൊരു കാറ് വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് അടിപൊളി കാറിന്. അടുത്തത് ഒരു G-Pass-ന്റെ കവറിൽ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. എഗെയിൻ ഒരു ടോയ് വന്നിട്ടുണ്ട്. ടോയ് ഒരു ഡോള്, ബേബി ഡോള്. തക്ലി ഇതാരാ? തക്ലിയുടെ ആരായിട്ട് വരും? ഇതാരാ തക്ലിയുടെ? അടിപൊളി, നല്ല രസമാണ്, നല്ല ഭംഗിയുള്ള. താങ്ക് യു. കഴിഞ്ഞോ? അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഡ്രസ്സസ് ആയിട്ടായാലും അതുപോലെ തന്നെ ടോയ്സ് ആയിട്ടായാലും. കാരണം ഇനി കുറച്ച് നാളത്തേക്ക് ഡ്രസ്സൊന്നും മേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതുപോലെ തന്നെ ഫങ്ഷൻസ് ഒക്കെ നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വന്നവർക്കും സഹകരിച്ചവർക്കും എല്ലാം ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങളുടെ കൂടെയും ഞങ്ങളുടെ കുടുംബത്തിനോടൊപ്പവും തക്ലി മോളുടെ കൂടെയും വേണം. പിന്നെന്താ പറയുക, അപ്പം എല്ലാവർക്കും വളരെയധികം നന്ദി. ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.